SIR-ൽ പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഖത്തറിൽ നിരവധി അപേക്ഷകരാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിനമാണിന്ന്. ഇന്നലെ വൈകിട്ട് മുതൽ ഖത്തറിലെ പ്രവാസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല. അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്ന വേളയിൽ വീണ്ടും ശ്രമിക്കുക എന്ന സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോം 6A വഴിയാണ് പ്രവാസികൾ SIR-ൽ പേര് ചേർക്കുന്നത്. നിലവിൽ ഒരുപാട് ആളുകൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ പല കാരണങ്ങളാൽ ബാക്കിയുണ്ട്. പക്ഷേ അത്തരം ആളുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അതേ സമയത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ സബ്മിറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ആവുന്നില്ല, എറർ മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നു. പുതിയ പാസ്പോർട്ട്, വിദേശത്തെ ജനനസ്ഥലം അടയാളപ്പെടുത്തൽ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനിയും സമയം വേണമെന്നാണ് ആവശ്യം. ഫുൾ ഓപ്ഷനിൽ നമുക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം യഥാർത്ഥത്തിൽ 2 ദിവസം മുമ്പാണ് നമുക്ക് കിട്ടിയത്. അതിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അത് സിസ്റ്റത്തിൽ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അവസാന സമയത്ത് ഈ സൈറ്റ് ഹാങ് ആയതോടുകൂടി ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവസാന സമയമായതുകൊണ്ട് തന്നെ ഗൾഫിലെ SIR സഹായ കേന്ദ്രങ്ങളിൽ പതിവിൽ കൂടുതൽ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ ഇന്നലെ മുതൽ തിരക്ക് കൂടിയെന്ന് തന്നെ പറയാം. കാരണം ഈ അവസാന ഘട്ടത്തേക്ക് വെച്ചിരിക്കുന്ന ആളുകൾ എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിക്കും. പ്രവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമയം നീട്ടി നൽകുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ മുഴുവനായിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടി ദിവസം അത്യാവശ്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഫോം 6 വഴി അപേക്ഷ സമർപ്പിക്കുന്ന പ്രവാസികൾക്കാണ് ഇത്തരത്തിലൊരു ദുരിതമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടത്തോടെ വെബ്സൈറ്റിൽ കയറാൻ നടത്തിയ ശ്രമമാണ് ഇതിന് കാരണം എന്നാണ് അധികൃതർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതും അത് തന്നെയായിരുന്നു. ഇന്ന് സമയപരിധി അവസാനിക്കാനിരിക്കെ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് വെബ്സൈറ്റിൽ കയറിയതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. സമയം നീട്ടി നൽകണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും അവധി ദിനങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സമയം ഇതിന് നൽകണമെന്നാണ് പ്രധാനമായും അവരുടെ ആവശ്യം. ഇന്നത്തെ ദിവസം ഈ അരമണിക്കൂറോളം എടുത്താണ് ഓരോരുത്തരും ഡാറ്റ അതിനകത്ത് ചേർക്കുന്നത്. ഏറ്റവും ഒടുവിലായി സബ്മിറ്റ് നൽകുമ്പോഴാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തടസ്സം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് പ്രവാസികൾ പറയുന്നത്. കേരളത്തിലടക്കം ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം പല രീതിയിൽ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വെബ്സൈറ്റിന് യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയാണെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോലും കഴിയില്ല. ഇങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് കൂട്ടത്തോടെ പ്രവാസികൾ ഇത്തരത്തിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം. ഏതായാലും പ്രവാസികൾ ആശങ്കയിലാണ്. അവരുടെ പാസ്പോർട്ട് വിവരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ പ്രതിസന്ധി എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രവാസികൾക്ക് ഇപ്പോഴും ഈ ഒരു തടസ്സം നേരിടുന്നുണ്ടോ? എന്താണ് പ്രവാസികൾ പറയുന്നത്? ജീന, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ അതിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നത്. അഥവാ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടുത്തെ അപേക്ഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടിൽ നിന്ന് ഭിന്നമായി ഇവിടെ ഈ SIR പൂരിപ്പിക്കുന്ന സമയത്ത് ഫോം 6A-ലാണ് ഇത് പൂരിപ്പിക്കുന്നത്. ഈ കോളം ഫില്ല് ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഏതായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിക്കുന്ന വേളയിൽ ഇതുവരെ ഇക്കാര്യത്തിലൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇന്ന് SIR-ൽ പേര് സബ്മിറ്റ് ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഈ ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം നീട്ടിക്കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്,
നേരത്തെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഈ സൈറ്റ് ഓപ്പൺ ആകുകയും എന്നാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ജന്മസ്ഥലം വിദേശത്ത് ജനിച്ച കുട്ടികളുടെയൊക്കെ ജന്മസ്ഥലം രേഖപ്പെടുത്താൻ നേരത്തെ ഈ ഒരു ഫോം 6A ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ പുതിയ പാസ്പോർട്ടുകൾ അത് സബ്മിറ്റ് ചെയ്യാനും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവ രണ്ടും മറികടക്കാൻ വേണ്ടി ഇതിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇത് ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു കറക്ഷൻ പ്രോസസ്സ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരവധി ആളുകൾ ഈ പുതിയ പാസ്പോർട്ടിലെ ഉള്ള ആളുകളും അതുപോലെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ ജന്മസ്ഥലം വിദേശത്ത് ജനിച്ച ആളുകളും ഈ 2 വിഭാഗങ്ങൾ ഇവർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് SIRലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത്. അത് നീട്ടി നൽകണം. കാരണം ഒരു വലിയ പ്രോസസ്സാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പുറത്തുണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഈ ആവശ്യം കൂടി പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്നാണ് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അതുപോലെ പ്രവാസി സംഘടനകൾക്കൊപ്പം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വരേണ്ടത്. അതിനുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ആളുകൾ. ജിന, അബ്ബാസ്, അങ്ങനെയാണെങ്കിൽ ഈ ആശങ്ക ഇവർ അറിയിച്ചിട്ടുണ്ട്, കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്, പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല നടപടി കമ്മീഷന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ അഡ്രസ് ചെയ്യപ്പെട്ട ഈ പ്രവാസികളുടെ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദേശത്തുള്ള ജന്മസ്ഥലം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ആ ഓപ്ഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ പുതിയ പാസ്പോർട്ടുകൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതും അഡ്രസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങളിലും കമ്മീഷൻ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ജനാധിപത്യ പ്രോസസ്സിനെ കുറിച്ച് അറിയാമല്ലോ. ഇതിൽ പരമാവധി പൗരന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക, അതാണല്ലോ ഇതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിലൊരു അനുകൂലമായ സമീപനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഈ ഒരു പ്രത്യേകിച്ചും ഖത്തറിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഖത്തറിൽ ഈ ഒരു ഇഷ്യൂ ഇന്നലെ മുതൽ ഏകദേശം ഒരു ദിവസമായിട്ട് തുടരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ. അത്രയും ആളുകൾ പുറത്തായി പോകും. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തു പോവുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം അതത്ര അഭികാമ്യമുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീന.